കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ ചില അയവുകൾ വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ എബ്രഹാം ലിങ്കണും അനുബന്ധമായി വന്ന കപ്പലുകളും ഇസ്രായേലും ചേർന്ന് ഇറാനെ വളഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ആക്രമണമുണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വിവരങ്ങൾ എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇറാനു മുമ്പിൽ ഒരു ചർച്ചയുടെ വാതിലുകൾ, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും ചർച്ചകൾ നടത്താൻ പോകുന്നു എന്നാണ് ഇന്ന് വാർത്തകളായി പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? അത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കണും അവരോട് അതിന് അനുബന്ധമായി വന്ന മറ്റു കപ്പലുകളും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക വളരെ വലിയൊരു ആക്രമണം ഇറാനിലേക്ക് നടത്താൻ പോകുന്നു. വൻ വ്യോമാക്രമണത്തോടൊപ്പം തന്നെ അവിടെ ഒരു കരയാക്രമണവും നടത്തി അവിടെ ഒരു ഭരണമാറ്റമടക്കം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ഇസ്രായേലിന്റെ പരിപൂർണ പിന്തുണയും ഈ കാര്യത്തിനുണ്ട്. ഇത്തരത്തിലായിരുന്നു നടപടികൾ എന്നുള്ളത്. അത്തരത്തിലുള്ള വാക്കുകളാണ് ഡൊണാൾഡ് ട്രംപിന്റെ വായിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. അതായത് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാൻ പോകുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ, ചിത്രങ്ങൾ മാറിയിരിക്കുന്നു. ഇറാന്റെ തൊട്ടടുത്ത് പേർഷ്യൻ ഗൾഫ് കടലിടുക്കിൽ 400 മൈലിന് തൊട്ടടുത്തെത്തിയ അമേരിക്കൻ എബ്രഹാം ലിങ്കൺ കപ്പൽ ഇപ്പോൾ 1400 മൈലോളം പിന്നോട്ട് പോയിരിക്കുന്നു. അത് ഒമാൻ കടലിടുക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറിയത്? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച തുർക്കിയിൽ നടക്കുന്നു എന്ന് പറയുന്നു. ഇറാന്റെ പ്രതിനിധികൾ തുർക്കിയിലെത്തുന്നു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ബാക്കി ചർച്ചകൾ ഒമാനിലെ മധ്യസ്ഥർ മുഖേനയാണ് നടക്കുന്നത് എന്ന്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം കുറക്കണമെന്നും അതിന്റെ അളവ് കുറക്കണമെന്നും ആണവ പരിപാടികളിൽ നിന്നും പിന്തിരിയണമെന്നാണ്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഒഴിവാക്കണമെന്നാണ്. എന്നാൽ ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ബാലിസ്റ്റിക് പദ്ധതികൾ എന്നുള്ളത് ഒരിക്കലും തങ്ങൾ അവസാനിപ്പിക്കില്ല. ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങളുടെ നിലപാടുകൾ എന്നുള്ളത് എല്ലാ സമയത്തും ഈ ഒരു കാര്യത്തിൽ, ഏത് വിഷയത്തിലും അത് ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ഞങ്ങളുടെ നാടിൻ്റെ നിലപാടാണ്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അസ്തിത്വം പണയപ്പെടുത്തി, ഞങ്ങളുടെ അഭിമാനം പണയപ്പെടുത്തി ഒരു നിലപാടും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമേനിയുടെ തന്നെ കർശനമായ നിർദ്ദേശം ഈ കാര്യത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഈ ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകൾക്ക് കാരണമായേക്കാവുന്ന ഇടപെടലുകൾ ഉണ്ടായത് മധ്യസ്ഥ രാജ്യങ്ങളോടൊപ്പം തന്നെ ഇറാന്റെ അതിശക്തമായ നിലപാടാണ്. തുർക്കിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് ചർച്ചകളുടെ വാതിലുകൾ തുറക്കാൻ അവിടെ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏത് നിമിഷവും ഏത് യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന്, ഏത് ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന്. അതിശക്തമായ തിരിച്ചടികൾ അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടുമെന്നും അമേരിക്കയുടെ മേഖലയിലുള്ള എല്ലാ താവളങ്ങളും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും അതൊക്കെ തങ്ങളുടെ മിസൈലിന്റെ പരിധിയിലാണ് എന്നുമാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇറാൻ പരിപൂർണമായിട്ട് സന്നദ്ധമായി തയ്യാറായി നിൽക്കുന്ന യുദ്ധമാണ് എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മനസ്സിലായി. അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായി. അമേരിക്ക ഈ ഒരു അവസ്ഥയിൽ ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ അത് തങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരുമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയുടെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത്, നെതന്യാഹു പറയുന്നത് അവരുമായിട്ട് ചർച്ച നടത്തേണ്ടതില്ല, ആക്രമണം നടത്തണമെന്ന് അമേരിക്കയ്ക്ക് മുകളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും ആക്രമണത്തിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ പടക്കപ്പലും യുദ്ധക്കപ്പലും ഒക്കെ പിൻവലിഞ്ഞുകൊണ്ട് പിന്നോട്ട് പോയിരിക്കുകയാണ്. ആക്രമണ പാതയിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ ഇറാൻ പാർലമെന്റിൽ ഇന്ന് ഉണ്ടായ ഒരു ചർച്ചയിൽ അവിടുത്തെ ഒരു പാർലമെന്റേറിയൻ, യഥാസ്ഥിതികനായ ഒരു പാർലമെന്റേറിയൻ പറയുന്നത് അവരെ അങ്ങോട്ട് പോയി ആക്രമിക്കണമെന്നാണ്. അതായത് ഇസ്രായേലിനെയും അമേരിക്കയെയും അവരെ അങ്ങോട്ട് പോയി ആക്രമിക്കണം. എല്ലാ തവണയും പോലെ അവർ ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുകയും നമ്മൾക്ക് ഇങ്ങോട്ട് നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്രമണം നടത്തുമെന്നും നമ്മളെ അവർ ആക്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനു മുമ്പായി കൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നുള്ള ഒരു നയം സ്വീകരിക്കണമെന്നാണ്. ഇങ്ങനെ ഒരു നയം സ്വീകരിച്ചാൽ എന്താവും? അവർ സമ്മർദ്ദത്തിലാവും. നമ്മുടെ
നമ്മുടെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ഇത്തരം ഒരു ആക്രമണം കൊണ്ട് സാധിക്കുമെന്നും നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കണമെന്നാണ് അവിടെ യാഥാസ്ഥിതികരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ചർച്ചയുടെ വാതിലുകൾ തുറന്നപ്പോൾ ആ ചർച്ചകൾക്ക് ഞങ്ങൾ സന്നദ്ധരാണെന്നും എന്നാൽ തങ്ങളുടെ അഭിമാനം അടിയറ വെച്ചുകൊണ്ട് ഒരു ചർച്ചയുമില്ലെന്നും ആവശ്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ വെറും ഇങ്ങോട്ടുള്ള നിബന്ധനകൾ പോലെയുള്ള ചർച്ചകൾക്ക് താല്പര്യമില്ല എന്ന്. പക്ഷേ തുർക്കിയും ഖത്തറുമാണ് ഇത് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒമാനിലാണ് ഇനി ചർച്ചകൾ നടക്കുക. ഒമാനിലെ ചർച്ചകളിൽ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇറാൻ പറയുന്നത് തങ്ങൾക്ക് ഉപരോധങ്ങളിൽ നിന്നും ഇളവ് വരുത്തണമെന്നാണ്. അഥവാ തങ്ങളുടെ വളരെ വലിയൊരു എമൗണ്ട് മണി ഈ ഒരു ഓയിൽ സെയിലിലടക്കമുള്ള തങ്ങൾക്ക് കിട്ടാനുള്ള പണം പിടിച്ചു വെച്ചിരിക്കുന്നത് മറ്റു ഉപരോധ നടപടികൾ, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, IRGCയെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയന്റെ നടപടികൾ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അയവ് വരുത്തണമെന്നും ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും തങ്ങൾക്ക് കിട്ടേണ്ട പണങ്ങൾ എല്ലായിടത്തു നിന്നും കിട്ടണമെന്നും അത്തരം കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും തങ്ങളുടെ ഓയിൽ വിൽപ്പന എന്നുള്ളത്, എണ്ണ വിൽപ്പനയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് ഇറാൻ സ്വീകരിക്കുകയാണ് ചെയ്യാൻ സാധ്യത. അങ്ങനെ സ്വീകരിക്കുന്ന പക്ഷം അമേരിക്കയ്ക്ക് നിലവിൽ ഏതെങ്കിലും കരാറുമായിട്ട് മുമ്പോട്ട് വരണമെന്നുള്ള അമേരിക്കയുടെ തീരുമാനം എന്നുള്ളത്. അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവുമ്പോൾ ആക്രമണവും യുദ്ധവുമില്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഇതൊരു പരസ്പരമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ ആവുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ എപ്സ്റ്റീൻ ഫയൽ അടക്കം വളരെ ചർച്ചയായ സാഹചര്യത്തിൽ പക്ഷേ ഇറാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിലവിൽ ആക്രമണങ്ങൾക്ക് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഇസ്രായേൽ ആണെങ്കിൽ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇസ്രായേൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നയസമീപനം കാണുമ്പോൾ. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒപ്പ് ചാർത്തിക്കൊണ്ട് എപ്സ്റ്റീൻ ഫയലിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ഇസ്രായേൽ ഇത്രയും കാലം സയനിസ്റ്റുകൾ ലോകത്ത് പുലർത്തിപ്പോരുന്ന ഒരു വ്യവസ്ഥിതിയെ തന്നെ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുന്നതായിരുന്നു. ഇതൊക്കെ ട്രംപിന്റെ സമ്മർദ്ദങ്ങൾ മൂലമുണ്ടായ സാഹചര്യങ്ങൾ മൂലം സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ഒമാൻ കടലിടുക്കിലേക്ക് മാറി. പേർഷ്യൻ കടലിൽ നിന്നും അത് ഒരുപാട് മാറിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇറാന്റെ ഡ്രോണുകൾ അതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങളടക്കം ഇറാന്റെ ഡ്രോണുകൾ പുറത്തു വിട്ടിരുന്നു. അങ്ങനെ എബ്രഹാം ലിങ്കൺ ഇറാനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന കപ്പൽ ഇപ്പോൾ വളരെ വ്യത്യാസത്തിൽ പിന്തിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നീക്കമാണ്. അവരുടെ ഈ ഒരു സംവിധാനങ്ങൾ, അവരുടെ ഡ്രോണുകൾ അതിനെ നിരീക്ഷിക്കുകയും തുടർന്ന് മറ്റുള്ള യുദ്ധ സാഹചര്യത്തിലേക്ക് പോയാൽ ആക്രമണങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യമെത്തുമെന്നുള്ള സൂചനകൾ നൽകുകയും അമേരിക്കയെയും അതുപോലെ തന്നെ അമേരിക്കയെ പിന്തുണക്കുന്നവരെയും ഈ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈലിന്റെ പരിധിയിലാണെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അമേരിക്ക താൽക്കാലികമായിട്ട് ഈ ആക്രമണത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. നിലവിൽ ഡൊണാൾഡ് ട്രംപും മറ്റുള്ള ചിന്തകളിലേക്ക് കടക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഏതായാലും ലോക സമാധാനത്തിന് ഭീഷണിയാവുന്ന മറ്റൊരു അവസ്ഥ കൂടി താൽക്കാലികമായി നിലവിൽ ഒഴിവായിരിക്കുകയാണ്.